Hello, hi, namaste, namaskaram, my YouTube friends and families. I am Deepa Kakot from Kerala and from Kannur district. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴക്കാലം വരുന്നതിന് മുമ്പായി ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയൊരു ജോലിയാണ് ചെയ്യുന്നത്. ഇത്തിരി പണിയുണ്ട്. അപ്പോൾ നമുക്ക് ആ ജോലിയിലേക്ക് പോകട്ടോ. ഓക്കെ. വാഴയുടെ തടയൊക്കെ ഒന്ന് കൊത്തി വെട്ടി വൃത്തിയാക്കുക. അവിടെ കുറേയൊക്കെ എന്താ പറയുക, വേസ്റ്റൊക്കെ ഇടുന്നത് വാഴയുടെ ചുവട്ടിലാണ്. അപ്പോൾ അതായത് ചക്കയുടെ വേസ്റ്റും മീൻസ് ചക്കയുടെ ചക്ക മടൽ, മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളത് പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലൊക്കെ എന്താ കുറച്ച് മണ്ണിട്ട്, ഇല്ലെങ്കിൽ മഴക്കാലത്ത് നിറയെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അവിടെ 2 വാഴയുണ്ട്. ഒരു ചെറിയ വാഴ കണ്ടില്ലേ, അതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുക, അതിനെ ഒന്ന് നേരെയാക്കാം. അപ്പോൾ അതിൻ്റെ പരിപാടി ഉണ്ട്. പിന്നെന്താ, അവിടെ ഇതാ കാന്താരിൻ്റെ ചെടി കണ്ടില്ലേ, അപ്പോൾ അതിനൊന്ന് കുറേയായി, അതിൻ്റെ മേലെ കാന്താരി കുറച്ചൊക്കെ ഉണ്ടാകും. അതിനൊത്തിരി മണ്ണിട്ട് കുറച്ചും കൂടെ ഉണ്ട് പണി. ഇനി ഇതിനൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യണം. ആ ചെരിഞ്ഞ് നിൽക്കുന്ന വാഴൊക്കെ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് നേരെയാക്കാനുള്ള പരിപാടിയാണ്. ഒരു കല്ല് പതുക്കനെ അതിൻ്റെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നേരെ നിൽക്കും. കല്ല് മാത്രം വെച്ചാൽ ശരിയാവില്ല. എന്നാലും ഒന്ന് ആദ്യം അത് വെച്ചിട്ടുണ്ട്. അവിടെയും കുറച്ചും കൂടി ഉണ്ട് വൃത്തിയാക്കാം. കുറച്ച് സ്ഥലമേ ഉള്ളൂ അവിടെ, എന്നാലും അതൊന്ന് കുറച്ചും കൂടി നീറ്റാക്കാനുണ്ട്. ഒരു പപ്പായൻ്റെ തൈ ചെടി കുറച്ച് അപ്പുറത്തുണ്ടായതാ. അത് അവിടെ ഒരു കുഴി കുത്തിയിട്ട് നടാൻ പോവാം. നോക്കാം, നല്ലതല്ലേ? അപ്പം അത് അവിടെ ഇവിടെ അല്ലെങ്കിലേ ഉണ്ട് 2 എണ്ണം. അതിൻ്റെ കൂടെ ഒന്നും കൂടി ഇച്ചിരി മാറ്റി നട്ടിട്ടുണ്ട്. നോക്കാം. വാഴ ഒന്ന് ശരിക്കും നിൽക്കണം. അപ്പോൾ ഒരു കല്ലല്ലേ വെച്ച്, ഒരു ഓടിൻ്റെ കഷ്ണം കല്ല് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വെച്ചാൽ അത് ഇച്ചിരി ഒരു ഓടിൻ്റെ കഷ്ണം എടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ അതിനൊരു വടി എടുത്തിട്ട് അതിന് താക്കം വെക്കണം, താങ്ങി നിർത്താനേ, അപ്പോഴേ അത് ശരിയാവത്തുള്ളൂ. അന്ന് നട്ടതിലെ ഒരു വാഴ ശരിയായിട്ടില്ല, അതിലങ്ങ് വെട്ടിക്കളയട്ടെ. അങ്ങനെയാണ് കാര്യം. ഇനിയിപ്പോൾ എന്താണ്, ഇനിയാണ് അടുത്ത പരിപാടി. മഴ വരാൻ പോകുന്നുണ്ട്, നല്ല മഴ വരാൻ പോകുന്നുണ്ട്, അതാണ്. അപ്പോൾ ഒരു കാന്താരിയുടെ ചെടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അവിടെ ഒന്ന് നട്ടു വെക്കാമെന്ന് കരുതി. ചെറിയ ചെറിയ മഴയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ വേനൽക്കാലത്തെ പോലെയല്ല, വെള്ളമൊന്നും അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ നല്ല വളമുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും നടുമ്പോൾ ഇതിനൊന്നും വളമൊന്നും വേണ്ടേന്ന്. വളം വേണ്ട. അവിടെയൊക്കെ ഞാൻ മുൻപ് നല്ലോണം തീയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ചപ്പൊക്കെ വെച്ച് കത്തിച്ചിട്ട്. അതൊന്നും നല്ല വെണ്ണീരും വളമൊക്കെ ഉണ്ട്, വേസ്റ്റൊക്കെ ഇട്ടതിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പം അതിനും അങ്ങനെ അവിടെ വെച്ചു, അതിനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി ഈ വാഴ കണ്ടോ, അത് എന്തോന്നും അറിയില്ല, അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് നല്ല വളമൊക്കെ ഉണ്ട്, നോക്കാം.
വേനൽക്കാലത്ത് കിളികൾക്ക് വെള്ളം വെച്ച ബക്കറ്റൊക്കെ അതൊക്കെ കഴുകി കമത്തി. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ, കിളികളൊന്നും ഇപ്പം അങ്ങനെ വരുന്നില്ല. അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. മണ്ണ് അപ്പടി ഉണ്ടാവും, കൈ അപ്പം തന്നെ ക്ലീൻ ചെയ്യണം. നട്ട ചെടിക്കെല്ലാം ഇത്തിരി ഇത്തിരി വെള്ളം കൊടുക്കണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ വാടിപ്പോകത്തില്ലേ. അതുകൊണ്ട് ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തൊന്നും മുഖവും കഴിയും. നല്ല ടയേർഡായിപ്പോയി. ഇനി വാഴയുടെ കരിഞ്ഞ എന്താ മീൻസ് ഇലയൊക്കെ ഒന്ന് വെട്ടി മാറ്റി അതിനൊക്കെ അപ്പം തന്നെ തീയങ്ങ് ഇടണം. അത് ക്യാമറ വെച്ച പൊസിഷൻ ശരിയല്ലാതെ കൊണ്ടാണ്. കുറച്ച് വാഴ കുറച്ച് അങ്ങോട്ടുണ്ട്, അതുകൊണ്ടത് കാണുന്നില്ല. അപ്പോൾ വാഴേൻ്റെ ഇലയെല്ലാം ഉണങ്ങിയ ഇലയൊക്കെ വെട്ടുന്നതാണ്. അതൊക്കെ മാറ്റി വെക്കണം, തീയിടണം. ഇല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇച്ചിരി സമയം കഴിയുമ്പോഴേക്കും മഴ വരും. നല്ല കൊതുകുണ്ട്, നല്ല കൊതുകുണ്ട്. മുറ്റത്തല്ലേ, പറമ്പിലായതുകൊണ്ട് നല്ല കൊതുകുണ്ട്. ഇവിടെ കണ്ട ഒരു വാഴേൻ്റെ അടുത്തതാ കണ്ടില്ലേ, ഒരു ജാതി മരത്തിൻ്റെ ചെടിയാണ്. അപ്പം അത് മരം ചെടിയെല്ലാം മരം അതങ്ങ് വെട്ടിക്കളയണം. അതവിടെ ഉള്ളതുകൊണ്ടേ ആ വാഴയ്ക്ക് ഇച്ചിരി പ്രശ്നം കാണുന്നുണ്ട്. അപ്പം അതൊന്ന് വെട്ടിയിടണം. അടുത്ത പറമ്പിലെ പോയി വീഴുക. ചെറിയ കമ്പാണ്. അതിൻ്റെ വെള്ളം ഊറിയിട്ടേ ആ വാഴയുടെ പുതിയതായി വരുന്ന ഇലക്കൊക്കെ കേടും. അപ്പം അതൊന്ന് വെട്ടി മാറ്റേ. പിന്നെ വെട്ടി മാറ്റിയാൽ പിന്നെ അതിൻ്റെ ഇലയൊക്കെ നമുക്ക് വെട്ടിയിട്ടേ വാഴയുടെ കടയിൽ തന്നെ ഇടാമല്ലോ. വെട്ടി മാറ്റുന്നതല്ല ബുദ്ധിമുട്ടേ. അടുത്ത പറമ്പിൽ ആവാൻ പാടില്ല, മതിലുണ്ട്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ്. അങ്ങനെ എടുത്ത് വെച്ചു. ഓ കണ്ടില്ല, ചെറിയ കമ്പാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി ഇതൊന്ന് വെട്ടി കഷ്ണമാക്കട്ടെ. കമ്പോടെ കൂടി വെക്കുന്നില്ല, കുറച്ച് ഇലയൊക്കെ വെട്ടി മാറ്റിയിട്ട് അങ്ങനെ വെക്കാം. കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല. വലിയ ഇലയാണ്, ജാതി മരത്തിൻ്റെ ഇലയല്ലേ. ഇനി അതൊക്കെ ഒന്ന് അവിടെ എടുത്ത് വെക്കാം. വാഴ മണ്ണൊക്കെ ഇട്ടതല്ലേ, ഓൾറെഡി വളമൊക്കെ ഇട്ട് വെച്ചതാണ്, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇതൊക്കെ അതിൻ്റെ അവിടെ ഇട്ട് വെച്ചത് നല്ലതാണ്. കുറച്ചേ ഉള്ളൂ, കുറച്ച് ഭാഗമേ കാണിക്കുന്നുള്ളൂ ഞാൻ. ഇതിൻ്റെ അടുത്ത ഭാഗത്ത് ബാക്കിൽ നിറയെ വാഴയുണ്ട്. ഞാൻ അതൊന്നും ഇപ്പം ചെയ്യുന്നില്ല, അത് എന്നാൽ പറ്റത്തില്ല. ഈ കമ്പ് വാഴക്ക് ഇവിടെ വെക്കാൻ പറ്റുന്ന തോന്നും. ഇത് വെട്ടിയിട്ടേ ഈ വാഴക്ക് ഇവിടെ വെച്ച് കൊടുത്താലോ നല്ലതാവും എന്നാ തോന്നുന്നു. കുറച്ചും കൂടി ക്ലീൻ ആക്കണം, ഇല്ലെങ്കിൽ കയ്യിലൊക്കെ കുത്തി എന്താ പറയുക കൊള്ളുമോ. ആ വാഴയ്ക്ക് ആ ചെരിഞ്ഞ് നിൽക്കുന്ന വാഴയുടെ അടിയിൽ കല്ലൊക്കെ വെച്ചതാണല്ലോ, കല്ല് ഓടൊക്കെ വെച്ചതാണല്ലോ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ചെരിച്ച് വെക്കട്ടെ. ഇപ്പോൾ
ആ ഇപ്പോൾ ഒരു കുറച്ച് മാറ്റമില്ല. ആ അത് മതി. പിന്നെ അവിടെ നിന്നോളൂ. ഒക്കെ പെറുക്കിയെടുത്ത് അതിൻ്റെ ഇടയിൽ തന്നെ ഇരട്ടെ. ഇനി കുറച്ച് ചീമക്കൊന്നയുടെ ഇല എടുത്തിട്ട് അതിൻ്റെ അവിടെ ഇടട്ടെ. കൊതുകൊന്നും അധികം വരത്തില്ല. മുറ്റത്തന്നെ നിറയെ ഉണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഒക്കെ തീയിടുന്ന കണ്ടില്ലേ? വെട്ടിയ വാഴയുടെ ഇലയും ഉണങ്ങിയ ഇലയും പച്ച ഇലയും ഒക്കെ തീയിട്ടു. അപ്പോൾ ഫിനിഷ്, വർക്ക് ഫിനിഷ്. കാലത്തിന് മുന്നേയുള്ള കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞു. ബാക്ക് ഭാഗത്ത് മീൻസ് വടക്ക് ഭാഗത്ത് നിറയെ വാഴകളുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ പോയാൽ നല്ല പണിയാണ്. ഇതിപ്പോൾ ഞാൻ ലൈവൊക്കെ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടാറ്റാ.